ബുള്ളറ്റ് റൈഡർ കൂടിയായ ഷൈനി നമുക്കൊപ്പം ചേർന്നു. ഷൈനി, 2 വർഷം പ്രൊബേഷൻ കാലയളവ് വെച്ചുകൊണ്ട് ലൈസൻസ് നൽകുക, 6 അപകടം ഉണ്ടാവുകയാണെങ്കിൽ ലൈസൻസ് റദ്ദാക്കുക. സ്വാഭാവികമായിട്ടും അത് ഉറപ്പാക്കുമോ? റോഡ് സുരക്ഷ അത് ഉറപ്പാക്കുമോ? വലിയ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങളെല്ലാം അത് ഉറപ്പാക്കും എന്ന് കരുതുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കരുതുന്നു? എനിക്കിതൊരു നല്ല അഭിപ്രായമായിട്ടാണ് തോന്നിയത് ഇപ്പൊ കേട്ടപ്പോ തന്നെ. കാരണം എന്നാന്ന് വെച്ചാല് ഇന്നത്തെ റോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന റാഷ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഏതൊരു വ്യക്തിയായിരുന്നാലും വണ്ടി സൂക്ഷിച്ചോടിക്കാൻ ഇതൊരു കാരണമാകും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് 18 വയസ്സാണ് നമുക്കിപ്പം ലൈസൻസ് കിട്ടേണ്ട നമ്മുടെ ഏറ്റവും കുറഞ്ഞ കാലയളവ്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റാണ്, ആ ഒരു സമയത്ത് നമ്മുടെ മക്കൾ ആരും ഉപദേശം കേൾക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശിക്കാൻ പോയാലോ അതൊന്നും ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഒരു നിയമമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ അംഗീകരിക്കാൻ തയ്യാറാവും. അപ്പൊ ആ ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ എന്തുകൊണ്ടാണ് റോഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ലതായിരുന്നാലും മോശമായിരുന്നാലുള്ള ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നത്? അത് അങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ടാണല്ലോ എല്ലാ വ്യക്തികളും ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് എങ്കിലും തലയിലെടുത്ത് വെക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നിയമം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വരും തലമുറയ്ക്ക് അതൊരു പോസിറ്റീവ് ആവും. കാരണം അവർ ഒരിക്കലും നിയമം അനുസരിക്കാതിരിക്കാൻ ഒരു ചാൻസ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ആ ഒരു നിയമം അവര് അനുസരിക്കാൻ തന്നെ കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡ് അതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നു. അതായത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരില്ല. ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഒരു ശതമാനം, അതായത് കുറച്ച് ശതമാനമെങ്കിലും ആളുകൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ തീരുമാനിക്കും. കാരണം ആ ഒരു കാലയളവ് വെച്ചാൽ ഒരു 18-23 വയസ്സെന്ന് വെച്ചാൽ തീരെ പക്വതയില്ലാത്തൊരു പ്രായമാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് അത് പേടിക്കുകയും കുറച്ചുകൂടെ സൂക്ഷിച്ച് ഓടിക്കുകയും ലൈസൻസ് കട്ടാകുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ 1-2 മാസം മുമ്പൊക്കെ മലപ്പുറത്തൊക്കെ ഉണ്ടായ വലിയ അപകടം ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നല്ല റോഡുകൾ അല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ ഇതിലേറെയാണ് എന്ന് നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വിഷയം ഇതിനകത്ത് എവിടെയെങ്കിലും അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് ചെയ്യാതെ ഈ ഒരു കാര്യത്തിൽ കൂടി മാത്രം കടന്നു പോയത് കൊണ്ട് പ്രശ്നം അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാ ഭാഗത്തുനിന്നും വരുമല്ലോ. അതെ, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാല് റോഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ടെറൈനും ഉണ്ട്. റോഡ് ഒത്തിരി നന്നാക്കേണ്ടതായിട്ട് നമുക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ നിയമം കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലതെന്നേ പറയത്തുള്ളൂ. കാരണം റോഡുകളുടെ അവസ്ഥയെക്കുറിച്ചൊന്നും ഞാനത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. റൈറ്റ്, വളരെയധികം നന്ദി. ബുള്ളറ്റ് റൈഡർ കൂടിയായ ഷൈനിയാണ് പ്രതികരിച്ചത്. ഞാൻ വീണ്ടും ശ്രീ ഉപേന്ദ്രൻ